വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ കിലോമീറ്ററുകൾക്കിപ്പുറം നിലമ്പൂരിൽ ചാലിയാറിലാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയത്. ആ മൃതദേഹങ്ങളെല്ലാം തന്നെ എത്തിച്ചത് നിലമ്പൂരിലുള്ള ജില്ലാ ആശുപത്രിയിലേക്കാണ്. ഇവിടെ എത്തിച്ച മൃതദേഹങ്ങൾക്ക് ഏറ്റവും ഒരു പ്രതിസന്ധി നേരിട്ടത്, അതായത് അത് തിരിച്ചറിയുന്നതിലാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആളുകൾ നേരിടുന്നത്. കാരണം പല മൃതദേഹങ്ങളും ഈ വലിയ ചെങ്കുത്തായ ഇടങ്ങളിലൂടെയെല്ലാം തന്നെ ഒഴുകിയെത്തിയതിനാൽ തന്നെ പല മൃതദേഹങ്ങളും പല അവയവങ്ങളും വേർപെട്ട രീതിയിലാണ്, കൈയും കാലും ഉൾപ്പെടെയുള്ളവ വേർപെട്ട രീതിയിലാണ്, തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കൾക്കുൾപ്പെടെ എല്ലാവർക്കും ഇവിടെ എത്തി ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് ഒരു പ്രതിസന്ധി നേരിടുന്നത്. ഈ ഘട്ടത്തിലാണ് ഇവിടെയുള്ള വിവിധ സംഘടനകൾ, അതിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നും തന്നെ ഇല്ല, എല്ലാ സംഘടനകളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് പ്രധാനമായും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ നിലവിൽ ഇവിടെ എത്തിച്ചിട്ടുള്ള 60-ലധികം മൃതദേഹങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ളവ പോലീസ് ഈ സന്നദ്ധ സംഘടനകൾക്കുൾപ്പെടെ വിതരണം ചെയ്യുകയാണ്. ആ സന്നദ്ധ സംഘടനകൾ പിന്നീട് ഈ അപകടം നടന്ന സ്ഥലത്ത് കാണാതായവരുടെ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് അത് ഇവിടെ നിലവിൽ മൃതദേഹങ്ങൾ ഉള്ള ആളുകളുടേതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ തന്നെ ഒത്തുനോക്കിയ ശേഷമാണ് ബന്ധുക്കൾക്ക് വിവരം നൽകുന്നത്. ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പിന്നെ അവിടുന്ന് നമ്മളെ ഹെൽപ്പ് ഡെസ്ക് നിസ്വേസിൻ്റെ സാന്ത്വന ഹെൽപ്പ് ഡെസ്ക് അവിടുന്ന് ഫോട്ടോ അയച്ചു തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ഇവിടെയുള്ള ഡീറ്റെയിൽ പോലീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെയുള്ള ബോഡികളുടെ ആ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ സാമ്യം ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഏകദേശം സാമ്യം ഉണ്ടെങ്കിൽ അവിടുന്ന് ആളോട് വരാൻ പറയും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 10 മൃതദേഹങ്ങളാണ് പിന്നീട് ഈ നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ മൃതദേഹങ്ങൾക്ക് പുറമെ ഇനിയും മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുണ്ട്, പുഴയിൽ ചാലിയാറിൽ നിന്ന് ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് എത്തിക്കാനുണ്ട് എന്നുള്ളതാണ് ഈ ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ ഈ വയനാട് നടന്ന ഒരു ദുരന്തത്തിൽ അവിടെ നിന്ന് ആളുകൾ നിലമ്പൂരിലേക്ക് എത്തിയത് തിരിച്ചറിയുന്നതിൽ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടം കൂടി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകാനായി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മൊത്തം ഇവിടെയുള്ള ബോഡി പാർട്സ് എല്ലാം അടക്കം 38 വണ്ടികളിൽ ആംബുലൻസാണ് കൊണ്ടുവന്നത്. അതെ 38 ആംബുലൻസിൽ കൊണ്ടുപോകാനാണ്. എവിടത്തേക്ക് എത്തിക്കുക? മേപ്പാടി CHC-ലേക്ക് ഡയറക്ഷൻ, അങ്ങനെയാണ് ഡയറക്ഷൻ ഉള്ളത്. അവിടെ നിന്നുള്ള ആളുകൾക്ക് അവിടെ വന്ന് എല്ലാവരും അവിടെ ഉള്ളവരാണല്ലോ, അപ്പോൾ അവിടെ കാണാനുള്ള സംവിധാനം. കാരണം വെച്ചാൽ അവരിവിടെ വന്ന് കാണുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരുടെ കൂടെ അങ്ങനെ തീരുമാനമെടുത്ത് സർക്കാർ തീരുമാനമെടുത്ത ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ വേഗത്തിലാക്കുന്നതിന് വേണ്ടി 24 മണിക്കൂറും അതിനുവേണ്ട ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നുമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.